ഹായ്. നമ്മളിപ്പോൾ ഉള്ളത് ബുദയ ഫാർമേഴ്സ് മാർക്കറ്റിലാണ് കേട്ടോ. നല്ല അടിപൊളി മാർക്കറ്റാണ്. ഹായ് ഓൾ, വെൽക്കം ടു ബഹറിൻ ഡയറീസ്. ഇന്ന് ഞാനുള്ളത് ബഹറിനിലെ ബുദയ ഫാർമേഴ്സ് മാർക്കറ്റിലാണ് കേട്ടോ. ഈ മാർക്കറ്റിന് ഒത്തിരി സവിശേഷതകളുണ്ട്. അപ്പം സാറ്റർഡേയ്സ് മാത്രമുള്ളൂ കേട്ടോ ഈ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുള്ളൂ. അപ്പോൾ രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയാണ് ഇത് തുറന്ന് പ്രവർത്തിക്കുക. അപ്പം ഇവിടെ ബഹ്റൈൻസിൻ്റെ തനതായ പച്ചക്കറികളും അവരുടെ കരകൗശല വസ്തുക്കളൊക്കെയാണ് കേട്ടോ ഇവിടെ കിട്ടുള്ളൂ. പിന്നെ ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ടും തന്നെ ഭയങ്കര തിരക്കാണ് കേട്ടോ. എല്ലാ ബഹ്റൈൻസും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം ഇവർ ഫ്രഷ് ആയിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന വെജിറ്റബിൾസ് ആണ് ഇവിടെ നിന്ന് കിട്ടുക. ഒരു തരത്തിലുള്ള കീടനാശിനികളൊന്നും ഉപയോഗിക്കാത്ത ഫ്രഷ് വെജിറ്റബിൾസ് ആയതുകൊണ്ട് തന്നെ അത് മേടിക്കാനായിട്ട് ഇവിടെ ഒത്തിരി പേര് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ വന്നാൽ നമുക്ക് മനസ്സിലാവും ബഹ്റൈൻസിൻ്റെ ഒരു ജീവിത രീതി, പിന്നെ അവരുടെ സംസ്കാരം ഒക്കെ നമുക്ക് വളരെ അടുത്തറിയാൻ പറ്റും. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണണം കേട്ടോ. അടിപൊളി വീഡിയോ ആണ്. ആദ്യമായിട്ടാണ് എന്നെ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഫാർമേഴ്സ് മാർക്കറ്റിലെ വിശേഷങ്ങളൊക്കെ കാണാം. ഇവിടെ അങ്ങ് പോവാം. നല്ല റിസ്ക് എടുക്കണ്ടേ. ഇതേ വൈക്കോലാട്ടോ, വൈക്കോലും കെട്ട്. അപ്പോൾ ബഹ്റിനിലെ വൈക്കോൽ ഇങ്ങനെയാട്ടോ. വൈക്കോലാണോ എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. അപ്പോൾ പിള്ളേർ നമുക്ക് കയറി കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആച്ചു കയറുണ്ട്. ആച്ചുവാ ഇടോക്കെ ഹായ് പറഞ്ഞ ഹായ്. നീ കയറണ്ട, മതി മതി മതി, ഇറങ്ങിക്കോ. മുരിങ്ങല കണ്ടോ, മുരിങ്ങല. പിന്നെന്താണ് ഇത്, ഉള്ളിത്തണ്ടാട്ടോ. ഇത് കണ്ടോ എന്തൊരു ഭംഗിയെ, ഭയങ്കര ഫ്രഷ് ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ കുക്കുംബറാണ് കേട്ടോ. പിന്നെ അതാ ചോളം, എന്തൊരു ഫ്രഷാണെന്നറിയോ. ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗി കേട്ടോ. ഇത് ഒരു ലീഫി വെജിറ്റബിൾസിൻ്റെ സ്റ്റോറാണേ. ഇവിടെ കണ്ടോ എന്തൊക്കെയോ നമുക്കറിയാത്ത വെജിറ്റബിൾസ് ഇരിക്കുന്നുണ്ട് കേട്ടോ. ലീഫി വെജിറ്റബിൾസ് ഇരിക്കുന്നുണ്ട്. ഇവിടെ കണ്ടോ ഇതുപോലെ ചെറിയ ചെറിയ ധാരാളം വെജിറ്റബിൾ മാർക്കറ്റ്സ് ഇങ്ങനെയുണ്ട് കേട്ടോ. ചെറിയ ഇത് ഇവിടെ കണ്ടോ പണ്ടത്തെ ഒരു ഉന്തുവണ്ടി പോലത്തെ ഒരു വണ്ടി കേട്ടോ. അതന്നെയാണ്, ഉന്തുവണ്ടി തന്നെയാണ്. കണ്ടോ ഫ്രഷ് വെജിറ്റബിൾസ് ആണ് കേട്ടോ. ഇത് ബഹ്റൈൻസ് കൃഷി ചെയ്തുണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇതൊരു ഫ്രൂട്ട്സ് ഷോപ്പാണ് കേട്ടോ. നല്ല തിരക്കാട്ടോ. ഈ മാർക്കറ്റ് സാറ്റർഡേ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാൻ വന്നിട്ടുണ്ട്. ഫ്രൂട്ട്സ് കടയാട്ടോ. അത് ഫ്രൂട്ട്സിൻ്റെ കടയാണ്. ഇതൊരു കിടിലൻ സ്പോട്ടാണ് കേട്ടോ. വിൻ്ററൊക്കെ അല്ലേ, അപ്പം നല്ല സുഖമുണ്ട് ഇവിടെ വന്നിരിക്കാനായിട്ട്. ഒത്തിരി ബഹ്റൈൻസ് വന്നിട്ട് ഇവിടെ അവരുടെ വീക്കെൻഡ് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലും ഇതുപോലെ നമ്മുടെ ലോക്കൽ കർഷകരൊക്കെ അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരം ഫാർമേഴ്സ് മാർക്കറ്റൊക്കെ ഓരോ വില്ലേജസിലും ഉണ്ടെങ്കിൽ നമുക്കൊക്കെ ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാമല്ലോ. ഇവിടുത്തെ വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടല്ലോ എന്തൊരു ഭംഗിയാണെന്നറിയാം. അത് കഴിക്കുമ്പോൾ തന്നെ ഭയങ്കര പ്യുവർ ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമ്മുടെ ഹെൽത്തിനും ഇതൊക്കെ നല്ലതായിരിക്കും. അപ്പോൾ നമ്മുടെ നാട്ടിലും ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ വരട്ടെ അല്ലേ. നമ്മൾ ഓരോ നമ്മുടെ ഫ്രഷ് വെജിറ്റബിൾസ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെൽത്തും നന്നാവും, സ്കിന്നും നന്നാവും, നമുക്ക് ഒത്തിരി ആയുസ്സോട് കൂടി ജീവിക്കാനും പറ്റും. ഇവിടെ നിറയെ ഈന്തപ്പനകൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. പിന്നെ അതുകൂടാതെ ഒരു പൂരപ്പറമ്പിൻ്റെ പ്രതീതിയാണ്. അത്രയും തിരക്കാട്ടോ. വിൻ്റർ ആയതുകൊണ്ടാണ് ഇത്രയും തിരക്ക്. പിന്നെ ഇതാ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു പോണ്ടും പിന്നെ ഒരു വാട്ടർ ഫൗണ്ടെയിനൊക്കെ കാണാം കേട്ടോ. അതിൻ്റെ കരയിലായിട്ട് ഫുഡ് കഴിക്കാൻ ഇരിക്കാനുള്ള ചെറിയ കിളിക്കൂട് പോലുള്ള സ്പോട്ടുകൾ കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ പോണത് ബഹ്റൈൻ ബാസ്ക്കറ്റ് ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ അദ്ദേഹം ഇരുന്ന് ബാസ്ക്കറ്റ് നെയ്യുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പം അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള ബാസ്ക്കറ്റുകളും പിന്നെ ഇതൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. ഇത് ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ. ബഹ്റൈനിൽ മാത്രമാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു ബാസ്ക്കറ്റ് കിട്ടത്തുള്ളൂ.
നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള കരകൗശല വസ്തുക്കളൊക്കെ കാണാൻ പറ്റും കേട്ടോ. എന്താ ഭംഗിയെന്നറിയോ, സൂപ്പറായിട്ടുണ്ട് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. ഹോം ഡെക്കോറൊക്കെ ആയിട്ട് വെക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി സാധനങ്ങളാട്ടോ. ഇതൊക്കെ ഹാൻഡ് മെയ്ഡാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. എന്തൊരു ഭംഗിയാണെന്നറിയോ ഈ കുന്തിരിക്കം കത്തിക്കുന്ന ഇതൊക്കെ കാണാനായിട്ട്. ഞാൻ അവിടെ വലിയൊരു എണ്ണ ഇരിക്കുന്നുണ്ട്. ആഭരണപ്പെട്ടി കേട്ടോ, നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. ആഭരണപ്പെട്ടിയാണ്. പിന്നെ ഇത് നെയ്ത്ത് യന്ത്രമാണ് കേട്ടോ, നെയ്ത്ത് തുണി നെയ്യുന്ന ഇതാണ്. നല്ല രസമുണ്ടല്ലേ, എന്താല്ലേ നല്ല രസമുണ്ട്. നൂലുകളാട്ടോ, ഇതാ ഇവിടെ നൂലുകളൊക്കെ ഇരിക്കുന്നുണ്ടോ. അപ്പം ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള ബാഗാണ് കേട്ടോ, അത് നല്ല ബാഗാണ്. ഇവിടെ നെയ്തിട്ടുള്ള ഈ തുണി കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. പിന്നെ ഇതാ കണ്ടോ, ബെഡ്ഷീറ്റാന്ന് തോന്നുന്നുണ്ട്, ബെഡ്ഷീറ്റല്ല ബ്ലാങ്കറ്റാന്ന് തോന്നുന്നുണ്ട്. അടിപൊളിയാണ്, എന്തായാലും നല്ല സ്പോട്ടാണ് കേട്ടോ. പിന്നെ ഇതാ ഇതൊക്കെ കണ്ടോ, ഫ്രഷ് ആയിട്ട് നെയ്യണതാ കേട്ടോ. അതെ അവിടെ ഒരു ചേട്ടൻ ഇരുന്ന് നെയ്യുന്നുണ്ട്, ഫ്രഷ് ആയിട്ട് കണ്ടോ നെയ്യണുണ്ടോ, അടിപൊളിയാണ്. എന്ത് രസമായിട്ടാണെന്നറിയോ ചെയ്യണേ, അടിപൊളിയുണ്ടല്ലേ. ആളവിടെ കൊട്ട നെയ്യാണ്. നമുക്കിനി അടുത്ത സെക്ഷനിലേക്ക് പോകാം. ഇതൊരു കളിമണ്ണുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള പൂജകളുടെയും ഗ്ലാസ്സുകളുടെയും ഒക്കെ സെക്ഷനാണ് കേട്ടോ. എന്തായാലും കൊള്ളാം, നല്ല രസമുണ്ട് കാണാനായിട്ട്. ഈ വിസിലുണ്ട്, ആ ചേട്ടൻ വിസിലടിക്കുന്ന കേട്ടോ. ഇത് വിസിലാണേ, നല്ല രസമുണ്ടല്ലേ, കോഴിയുടെ ഷേപ്പിലുള്ള വിസില്. ഹലോ എക്സ്ക്യൂസ് മീ, ക്യാൻ യു വിസിൽ വൺ മോർ ടൈം? ആ ചേട്ടൻ ആ കുട്ടി വിസിലടിക്കുകയാണ് കേട്ടോ, നല്ല രസമുണ്ടല്ലേ. താങ്ക് യു. വിസിലിൻ്റെ ഒരു ഭംഗിയുണ്ടോ? ഹൗ മച്ച്? അടിപൊളി സാധനമാണ്. അപ്പം ഇവിടെ ഒരു പയ്യൻ ഇരുന്നിട്ട് കളിമണ്ണുകൊണ്ട് എന്തൊക്കെയോ മൺപാത്രങ്ങൾ ഉണ്ടാക്കുകയാണ് കേട്ടോ, കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുകയാണ്. അപ്പം അങ്ങനെ ചെയ്യിക്കുന്നതിന് പൈസ ഉണ്ട് കേട്ടോ, നല്ലൊരു വരുമാന മാർഗ്ഗമാണിത്. അപ്പോൾ ഈ കുട്ടി ഇരുന്നിട്ട് അവിടെ കണ്ട കുഞ്ഞ് പോട്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. അടുത്ത സുഹൃത്തുക്കളെ പാത്രം ഉണ്ടാക്കുന്നത് ഓക്കെ. ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള സ്റ്റോളുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇപ്പോൾ വിൻ്റർ അല്ലേ, ഇവിടെ നല്ല ക്യൂട്ടായിട്ടുള്ള ബാഗുകളൊക്കെ ഉണ്ട് കേട്ടോ. എന്ത് രസമാണ് കാണാമെന്നറിയോ, പില്ലോസ് ഉണ്ട്, ഹെന്ന ഇതുണ്ട് കേട്ടോ, ഹെന്ന ഇടാൻ പറ്റും നമുക്ക്. അപ്പോൾ നമ്മൾ നടക്കാട്ടോ, നല്ല സുഖമുണ്ട്, നല്ല വൈബാണ്, നല്ല കാറ്റും കൂടി തണുപ്പത്തിങ്ങനെ നടക്കാനായിട്ട്. ഭയങ്കര തിരക്കാട്ടോ, ഭയങ്കര തിരക്കാണ്. ഞാൻ അത്ര ഷോപ്പിംഗ് ഒന്നും ചെയ്തില്ല, നല്ല ക്യാഷ് വേണം ഇവിടുന്ന് വെജിറ്റബിൾസ് ഒക്കെ മേടിക്കണമെന്നുണ്ടെങ്കിൽ. നമ്മുടെ നാട്ടിലൊരു നോക്കുത്തി പോലെ ഉണ്ട് കേട്ടോ, ഭയങ്കര രസമാട്ടോ ഇത്. എന്തൊരു പച്ചപ്പാന്നറിയോ ഇവിടെ. ഷോപ്പാട്ടോ, ഭയങ്കര തിരക്കാണ് ഇവിടെ. ഞാൻ പിന്നെ അങ്ങോട്ടൊന്നും പോകണില്ല, കാരണം ഞാൻ ഒന്നും മേടിക്കുന്നില്ല, ഒക്കെ ഭയങ്കര അത്യാവശ്യം എക്സ്പെൻസീവാണ്. അപ്പം ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാം കേട്ടോ, എല്ലാവർക്കും അങ്ങനത്തെ ഒത്തിരി സ്പോട്ട് ഉണ്ട് ഇവിടെ. നമുക്ക് ഇവിടെ ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിക്കാം, നമുക്ക് എൻജോയ് ചെയ്യാം കേട്ടോ, വർത്താനമൊക്കെ പറയാം. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നേരത്തെ ഇരുന്നോടത്തൊന്ന് പോകുന്നു, എന്താണെന്ന് വെച്ചാൽ അവിടെ ആൾക്കാരൊക്കെ വരുമായിരുന്നു. നമ്മൾ ഇവിടുന്ന് തൊട്ട് ഇവിടെ ചെടികളുടെ ഒരു സെക്ഷനിലേക്ക് പോവാണ് കേട്ടോ, വെജിറ്റബിൾസ് പ്ലാന്റ്സിൻ്റെ ഒരു സെക്ഷനിലേക്ക് പോവാണ്. നല്ല ഭംഗിയുള്ള പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ, നല്ല തിരക്കാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അത്ര ക്ലിയർ ആയിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എന്താണെന്ന് വെച്ചാൽ ഭയങ്കര തിരക്കാണ്. നമ്മുടെ മുളക് ചെടിയൊക്കെ ഇരിക്കുന്ന നോക്കിയേ, പുതിനയുണ്ട്, ക്രോട്ടൺ പ്ലാന്റ്സ് ഉണ്ട്. ഇവിടെയാണെങ്കിൽ വലിയ വലിയ പ്ലാന്റ്സ് ഒക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കായതുകൊണ്ട് തന്നെ ശരിക്കും അവിടെ എടുക്കാൻ പറ്റുന്നില്ല, എന്തായാലും വേണ്ടില്ല. നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ തിരക്ക് എങ്ങനെയാണെന്നുള്ളത്. ഇവിടെ ഫ്രഷ് ഹണി കിട്ടും കേട്ടോ. നല്ല പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ, പാമൊക്കെ ഇരിക്കുന്നുണ്ട്, പിന്നെ നമ്മുടെ പപ്പായ ഇരിക്കുന്നുണ്ട്, ക്രോട്ടൺ പ്ലാന്റ്സ് ഇരിക്കുന്നുണ്ട്.
ഫ്രഷ് ഹണി കിട്ടും കേട്ടോ. ഇവിടെ നല്ല ഫ്രഷ് ഡേറ്റ്സ് കിട്ടും കേട്ടോ. ഫ്രഷ് ഡേറ്റ്സ് ആണ്, നമുക്ക് വേണമെങ്കിൽ ടേസ്റ്റ് ചെയ്യാം. ഇവിടെ തന്നെ കൃഷി ചെയ്യുന്ന റാഡിഷ് പിന്നെ ബീറ്റ്റൂട്ടൊക്കെയാണ് കേട്ടോ. ചെറിയ തക്കാളി ഉണ്ടോ, പിന്നെ മുളക് ഒക്കെ ഉണ്ടോ, മുളക്, ബീൻസ്. ഇവിടെ കണ്ടോ ഒത്തിരി ഷോപ്സ് ഉണ്ട് കേട്ടോ. ഇവിടെ നല്ല പച്ചപ്പും മരങ്ങളൊക്കെ ഉള്ള ഏരിയ ആണ് കേട്ടോ. സത്യം പറഞ്ഞെങ്കിൽ പോകാനേ തോന്നുന്നില്ല. ഫുൾ ഡേ ഇവിടെ ഇരിക്കാനാണ് തോന്നണത്. അത്രയും നല്ല രസമായിട്ടുള്ളൊരു ക്ലൈമറ്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ മാർക്കറ്റൊക്കെ വിസിറ്റ് ചെയ്തു കേട്ടോ. നമ്മളിനി തിരിച്ചു പോവാണ്. നല്ല കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ബഹ്റൈനിലെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കാണാനും മനസ്സിലാക്കാനും ഒക്കെ പറ്റി. പക്ഷെ നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്ര ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. എന്നാലും എനിക്ക് ആവുന്ന പോലെ കാണിച്ചു എന്ന് കേട്ടോ ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്നാലാണ് ഇങ്ങനത്തെ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാനായിട്ടുള്ളൊരു പ്രചോദനം എനിക്ക് ഉണ്ടാവുള്ളൂ. നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു കേട്ടോ. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ.